യാക്കോബിനെ ഹെരോദാവ് വാൾ കൊണ്ടുകൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടപ്പോൾ പത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലടച്ചു. ലക്ഷ്യമൊന്നു മാത്രം, അവനെ കൊല്ലുക. പിറ്റേന്ന് രാവിലെ തന്നെ കൊല്ലുമെന്ന് പത്രോസ് നല്ലതുപോലെ അറിയാം. എന്നാൽ പത്രോസ് അന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ ആ സാഹചര്യം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നാളെ രാവിലെ ഞാൻ മരിക്കും എന്ന് പത്രോസ് നല്ലതുപോലെ അറിയാം. എന്നിട്ടും അദ്ദേഹത്തിന് എങ്ങനെ അവിടെ കിടന്നുറങ്ങുവാൻ കഴിയും? ദൂതൻ വന്ന് വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേൽക്കും, നമുക്കൊരു യാത്രയുണ്ട്. സ്വപ്നം കാണുന്നത് പോലെ അദ്ദേഹം ദൂതനൊപ്പം ഇറങ്ങിപ്പോയി വിടുതൽ പ്രാപിച്ചു. പക്ഷെ എങ്ങനെ അദ്ദേഹം ഉറങ്ങി? ഞാൻ ആ പോർഷൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊരു ആയുധമാണ്. സ്വസ്ഥത, റെസ്റ്റ്, അതൊരു ആയുധമാണ്. നാം അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിടുതലുകൾ കാണാൻ കഴിയും. കാരണം ദൈവം 7-ാം ദിവസം സകല പ്രവൃത്തികളിൽ നിന്നും സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് അത് ശബത്തായിട്ട് ആചരിക്കണമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. 7-ാം ദിവസം റെസ്റ്റാണ്. നമ്മളോട് പറയുന്നത് നിങ്ങൾ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. നമ്മുടെ 1-ാം ദിവസത്തിലോ 2-ാം ദിവസത്തിലോ പ്രവേശിക്കാനല്ല ദൈവം പറയുന്നത്. 7-ാം ദിവസത്തിൽ ഞാൻ പ്രവൃത്തികൾ അവസാനിപ്പിച്ചു, ഇനി ഒരു പ്രവൃത്തികളും ചെയ്യുവാനില്ല, നിങ്ങൾ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക, ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഊഷ്മതാണ് പറയുന്നത്, എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നമുക്കൊന്നും ചെയ്യുവാനൊന്നുമില്ല, നാം അതിൽ പ്രവേശിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. പത്രോസ് യേശുവിന്റെ നല്ലൊരു ശിഷ്യനായിരുന്നു. കാരണം യേശുവിൽ നിന്നാണ് പത്രോസ് ഈ സ്വഭാവം പഠിച്ചത്. നമുക്കറിയാം, പടകിൽ വെള്ളം ഇരച്ചു കയറിയപ്പോൾ പടക് മുങ്ങുമാറാകുകയാണെന്ന് മനസ്സിലായപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ മരിക്കും. ഗുരു, നിനക്കൊരു ചിന്തയുമില്ലയോ? കാരണം യേശു കിടന്നുറങ്ങുകയാണ്. സ്വസ്ഥത. പടക് മുങ്ങുവാൻ പോകുമ്പോഴും ഉറങ്ങുന്ന ഒരു ഗുരു. വളരെ പരിചയ സമ്പത്തുള്ള ശിഷ്യന്മാർ, മുക്കുവന്മാരായിരുന്ന ശിഷ്യന്മാർ, അവർ പേടിച്ചു, ഇത് നമ്മുടെ അവസാനം. ആ കഠിന സാഹചര്യത്തിൽ മരണം മുമ്പിൽ നിൽക്കുമ്പോൾ യേശു ഉറങ്ങി കാണിച്ചു കൊടുത്തത് പത്രോസ് നോട്ട് ചെയ്തു. അത് അവന്റെ ജീവിതത്തിൽ അവൻ അപ്ലൈ ചെയ്യുകയാണ്. മരണത്തിന്റെ മുമ്പിൽ യേശു ഉറങ്ങിയെങ്കിൽ എനിക്കും മരണത്തിന്റെ മുമ്പിൽ ഉറങ്ങാൻ കഴിയും. കാരണം റെസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ആയുധമാണ്. നിങ്ങൾ ഈ റെസ്റ്റിലേക്ക് പ്രവേശിക്കുക. ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിടുതലുകൾ കാണുവാൻ കഴിയും. കാരണം ദൈവം നമുക്ക് വേണ്ടി ദൂതനെ അയക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ദൂതന്മാർ വരട്ടെ. നിങ്ങൾ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മരണതുല്യമായിട്ട് തോന്നുകയാണെങ്കിൽ, അവസാനിക്കാൻ പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്നും പഠിച്ചുകൊള്ളുക. പത്രോസ് അങ്ങനെ പഠിച്ചൊരു വ്യക്തിയാണ്. നമ്മളോടും അങ്ങനെ തന്നെ ആഹ്വാനം ചെയ്യുകയാണ്, യേശുവിനെ നോക്കി പഠിക്കുക. യേശു എങ്ങനെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ജീവിച്ച് കാണിച്ചു തന്നുവോ അങ്ങനെ നാമം ജീവിക്കുവാൻ തുടങ്ങട്ടെ. നമ്മുടെ സാഹചര്യങ്ങൾക്കകത്ത് ദൂതന്മാർ വെളിപ്പെടട്ടെ. സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. ദൈവത്തിന്റെ വിടുതലുകളെ നിങ്ങൾ അനുഭവിക്കുക.